സ്വതന്ത്ര ഭാരതത്തിലെ 169 ദിവസം നമ്മുടെ ആത്മാവിൻ്റെ പുസ്തകത്താളുകളിൽ വർണ്ണം മറ്റാത്ത മയിൽപ്പീലി പോലെ സൂക്ഷിച്ചു വെക്കേണ്ട ഒന്നാണ്. രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ആ സ്വാതന്ത്ര്യം ചില ഇടങ്ങളിൽ വേദനയും രക്തവും മനുഷ്യ ജീവനും നഷ്ടപ്പെടുത്തുന്ന രീതിയിലാക്കി മാറ്റിയിരുന്നു. അവിടെയാണ് ഗാന്ധിജി നടന്ന വഴികൾ തിരിച്ചറിഞ്ഞ് വെറുപ്പ് വിൽക്കപ്പെടുന്ന ഈ കാലത്ത് സ്നേഹത്തിൻ്റെ കമ്പോളത്തിൽ തിരിച്ചറിവിൻ്റെ ഒരു പുതിയ അടയാളങ്ങൾ രേഖപ്പെടുത്തുന്ന ഇത്തരമൊരു അന്വേഷണാത്മക സമർപ്പണമുണ്ടായിട്ടുള്ളത്. ഗോപി കൃഷ്ണൻ മാഷും സുധീഷും മുരളി ചീരുത്തും അവരൊരു പക്ഷേ ഒരു സാഹസികമായ യാത്രയായിരിക്കും ഇതിന് നടത്തിയിട്ടുണ്ടാകുക. പലരും അറിയാൻ ആഗ്രഹിക്കാത്ത, പലരും മറച്ചു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്ന, പലരും ബോധപൂർവം മറിച്ചുകൊണ്ടിരിക്കുന്ന ഏടുകൾ തുറന്നു വയ്ക്കപ്പെടുന്നതാണ് ഈ തൃശ്ശൂർ ലളിതകലാ അക്കാദമിയിൽ ഈ 169 എന്ന ഗാന്ധിജിയുടെ കാൽപ്പാടുകളും ശബ്ദങ്ങളും 169 ദിവസത്തേക്ക് അടയാളപ്പെടുത്തുന്ന ഈ പ്രദർശനവും കാഴ്ചകളും തീർച്ചയായും ഓരോ ഭാരതീയൻ്റെയും ഹൃദയത്തിനകത്തത് വലിയ സൃഷ്ടിയാണ് ഉണ്ടാക്കുന്നത്. ഗാന്ധിജി മരിച്ചിട്ടില്ല എന്നും ഗാന്ധിജി വിസ്മരിക്കപ്പെടുകയില്ല എന്നും, ചിലരൊക്കെ ഒരുപക്ഷെ ഗാന്ധി തമസ്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗാന്ധി തമസ്കരിക്കപ്പെടില്ല എന്നും ഉറപ്പുവരുത്തുന്നതാണ് ഇതിലെ ഓരോ കാഴ്ചകളും. പക്ഷേ വർത്തമാനകാലത്ത് ഗാന്ധിയെ കൊലപ്പെടുത്തിയ, മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയ നാഥുറാം വിനായക് ഗോഡ്സെയുടെ നേതൃത്വത്തിൽ സവർക്കർ ഉൾപ്പെടെയുള്ള ആ പ്രതികളുടെ പ്രതിനിധികളാണ് ഇന്നത്തെ ഭരണകൂടം എന്നുള്ളതുകൊണ്ട് ഗാന്ധിയെ ബോധപൂർവം തമസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ ഈ അടയാളങ്ങൾ കൂടുതൽ തെളിഞ്ഞു വരും. അത് തെളിഞ്ഞു വരുന്നതായിട്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമാകുന്നത്. ഇതിനു വേണ്ടിയെടുത്ത എഫർട്ടിന് ശ്രീ ഗോപി കൃഷ്ണൻ മാഷ്ക്കും ശ്രീ സുജിത്തിനും മുരളി ചീരുവത്തിനും ഞങ്ങളെല്ലാവരെയും ഹൃദയത്തിൻ്റെ ഒരു സ്നേഹം പങ്കുവയ്ക്കുകയാണ്.